സുഹൃത്തുക്കളെ, ആനുകാലിക സാഹചര്യങ്ങൾ വീർപ്പ് മുട്ടിക്കുന്നതാണ് എന്നതിന് സംശയമില്ല. ചിലതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതും മറ്റുള്ളത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതുമാണ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. സാധനങ്ങളുടെ വിലക്കയറ്റം, അതോടെ ചേർന്ന് പോയ സാമ്പത്തികമായ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, മരുന്നുകളുടെ വിലക്കയറ്റം, അതിനേക്കാൾ ഉപരിയായിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വലിയ രോഗങ്ങൾ, ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ കുടുംബം വിറ്റാലും ചികിത്സ നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുടുംബത്തിൽ വരുന്ന വലിയ ഛിദ്രവാസനകളുടെ വളർച്ച മൂലമുണ്ടാകുന്ന മനോവേദനകൾ, ഇതൊക്കെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല, വിഷമങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അക്കൂട്ടത്തില് നമ്മളിങ്ങനെ കൃത്രിമമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കഷ്ടമാണ്. അതിലൊന്നാണ് വാസ്തവത്തില് ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ നിയമങ്ങളും അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് ആയിരക്കണക്കിന് അധ്യാപകർക്ക് നിയമനം നൽകാതെ വച്ചിരിക്കും. ഒരു പന്തി രണ്ട് വിളമ്പെന്ന് പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ കൊടുക്കാൻ ചിലർക്ക് കൊടുക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാൻ ചെയ്യാൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ 3-4 വർഷക്കാലം ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോ അദ്ദേഹത്തെ നേട്ടുകാരുടെ വർത്തമാനം അറിയാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ചെയ്തികളും ഇടപെടലും ഒക്കെ നന്നായിട്ട് അറിയാം. ഒരു നല്ല മനുഷ്യനാണ്. കാര്യം നിയമസഭയിൽ കോപ്രായങ്ങളൊക്കെ കാണിച്ചുവെന്ന് നമ്മൾ പർവ്വതീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതേക്ക് ഉപരിയായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകളുടെ പ്രതിപക്ഷവും അവരെ സത്യം പറഞ്ഞാൽ അത് മാതൃകാപരമാണ്. ഏത് പ്രശ്നത്തിന് ആര് ചെന്നാലും മുഖം നോക്കാതെ അവർ പിന്നാലെ ഇറങ്ങിപ്പോകുന്നവരാണ്. അവിടെ അദ്ദേഹത്തിന് മത, വർണ്ണ, ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ വികൃതികൾ ചെയ്യിപ്പിക്കുന്ന ആരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പുള്ളി സ്വയമേ ചെയ്യാനായിട്ട് സാധ്യതയില്ല. ഈ ദിനത്തിൽ പോലും അദ്ദേഹം ഈ ക്രൈസ്തവ മാനേജ്മെന്റിനെതിരായിട്ട് വളരെ ആക്ഷേപപൂർണമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്നില്ല ശിവൻകുട്ടി സ്വന്തമായിട്ട് ചെയ്യുമെന്ന്. കാരണം ശിവൻകുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ, ഞങ്ങൾക്കും പ്രിയപ്പെട്ട ആളാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ സഹോദര ശിവൻകുട്ടി ഒന്നുകൂടെ പുനർവിചിന്തനം നടത്തണം. ഇതെന്തൊരു കാര്യമാണ് വാസ്തവത്തിൽ. ഇത് 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ അംഗീകാരം കിട്ടുന്നത്. 2016 നിയമനം കിട്ടിയ ആൾക്കാർക്ക് ശമ്പളം കിട്ടിയത് 2021 ഈ പാവപ്പെട്ട കുടുംബങ്ങളെ കുറിച്ച് ചിന്ത വേണ്ടേ? എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളും. അതുപോലെ തന്നെ മനസ്സിലാക്കിയില്ലേ, ഇങ്ങനെ നിയമനം കിട്ടാത്തതിന്റെ പേരിൽ 5 വർഷം ജോലി ചെയ്തതിനു ശേഷം 2ാമത്തെ വർഷം പോയി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ലേ? ഒരു അലീന ബെന്നി. ഇതൊക്കെ മനസ്സിൽ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമില്ലേ? എന്തിനു വേണ്ടി വെച്ച് നീട്ടുന്ന ആരുടെ? എന്നിട്ട് പിന്നെ വിമോചന സമരം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാ ശിവൻകുട്ടി ഇതൊക്കെ എഴുന്നള്ളിക്കുന്നത്? വിമോചന സമരത്തിൽ പറയുകയാണെങ്കിൽ വിമോചന സമരം നിങ്ങൾക്ക് ആക്ഷേപമാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല, അത് നടക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇനിയും അതുപോലെ അങ്കമാലി പോലെയുള്ള ഈ വെടിവെപ്പം കൊണ്ട് തുടങ്ങുക, അപ്പൊ കാണാം സമരം ഉണ്ടാകുമില്ലയോ. അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങൾ ചെറുപ്പമായത് ഞങ്ങൾക്ക് മനസ്സിലിരിപ്പുണ്ട്. എന്തിനാ ഈ വിമോചന സമരം ഉണ്ടായതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സംശയമൊന്നുമില്ല. ആ നിലയിലേക്ക് പോയാലും പോവും. അങ്ങനെ പോകാനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കാർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് വിമോചന സമരം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ അതൊക്കെ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. അതിനൊക്കെ അർത്ഥമൊക്കെ ഉള്ളത് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യയ ശാസ്ത്രത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പണ്ട് കാറൽ മാർക്സ് പറഞ്ഞു വെച്ചിട്ട് അതുകൂടി വിരുങ്ങിക്കൊണ്ട് നടന്നുകൊണ്ടൊന്നും ഇനി വിലപ്പോവില്ല. അങ്ങനത്തെ സംഗതി ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല. നിങ്ങളെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിനൈ ചെയ്യുന്നതും അതിന്റെ പ്രൈവറ്റുള്ള എല്ലാ എന്റർപ്രൈസസിനെയൊക്കെ നിരോധിക്കുന്നതും എല്ലാ സ്റ്റേറ്റിന്റെ കീഴിലാക്കാൻ നോക്കുന്നതും ഒക്കെ ഒരു യുട്ടോപ്പിയാണ്. നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അതുപോലെ എത്തൈസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ഫൗണ്ടേഷൻ, ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് ഒന്നും നിലപ്പോകുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സൗഹൃദത്തോടെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ഈ ശിവൻകുട്ടി സ്നേഹമുള്ളതെന്ന് പറയാം. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹമുള്ളതെന്ന് പറയുകയാണ്. പുനർവിചിന്തനം വേണം, കൃത്യമായ പുനർവിചിന്തനം. ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കരുത്. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി മറ്റുള്ളവരുടെ മേലെ ആരോപണങ്ങൾ കണ്ടെത്തി ആരോപിക്കാൻ രീതിയിൽ നിങ്ങൾക്ക് പ്രചരണത്തിന് കൂടുതൽ കഴിവുണ്ടല്ലോ. ഏത് കാര്യം പ്രചരിപ്പിക്കാൻ നിങ്ങളാണല്ലേ മിടുക്കരും. മറ്റു വിഭാഗങ്ങൾക്ക് ധാർമ്മിക അതുപോലെ ഉണ്ടാകുന്ന ഭയങ്കരമായി പൊക്കി പറയാം, വലിയ ഭയങ്കര ചലനം സൃഷ്ടിക്കുന്നൊന്നും വിടുക. പക്ഷെ അതേ അതപ്പോൾ അതിന്റെ കട്ടിയിൽ നിങ്ങളുടെ ഇടയിൽ ഒരാൾ ഉണ്ടായപ്പോൾ കണ്ടില്ലേ, അതെല്ലാം പൊതുവി കൂടിയിട്ട് ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ.
അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള പോക്ക് അത്ര നല്ലതല്ല സുഹൃത്തെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൃദ്യമായ ഇടപെടലെല്ലാം നല്ല നീതിയും ന്യായവുമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ പിതാക്കന്മാരിലെ KC BC ഒക്കെ ആവശ്യപ്പെടുന്നുള്ളൂ. അതങ്ങ് നിർവഹിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിനും നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത് എന്ന കാര്യം ഒന്ന് തെളിച്ചു പറയാൻ എനിക്ക് താല്പര്യം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കളമശ്ശേരി പത്തമ്മ ഭവനിൽ നടന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. നിങ്ങൾ സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതല്ലേ, എന്നിട്ടും നടന്നിട്ടും 10-21 വർഷമായിട്ടും ഒരു നടപടിയിലേക്ക് നീങ്ങിയില്ലല്ലോ. ഇപ്പോൾ നീങ്ങുന്ന മറ്റൊരു വിഭാഗത്തിന്റെ ആയിരുന്നെങ്കിലോ എത്ര അത് നീചവും ക്രൂരവുമായ കാര്യമാണ്. വളരെ പാതിരായ്ക്ക് കോടതി അടച്ച സാഹചര്യങ്ങളിൽ പോയില്ല, മുന്നേ അവിടെ എല്ലാം പ്രോസസ് ചെയ്ത് കൃത്രിമമായി കൊണ്ട് ഭവനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ കത്തിട്ട് ധൈര്യം മുക്കാനായിട്ട് നിങ്ങൾ ബൈക്കിലുള്ളത് കൊണ്ടിലേക്ക് നടക്കുന്നേ. ചെയ്തോണ്ടൊന്നും പേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള വിക്രിയകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. ആരെയും ന്യായീകരിക്കുക നിരീകരിക്കുകയല്ല. നന്മ ചെയ്താൽ ഞങ്ങൾ ആരെയും അത് ഏറ്റുപറയുകയും അഭിനന്ദിക്കുകയും ചെയ്യും. തിന്മ ചെയ്താൽ ഏത് ഒരു നമ്പരാണെന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യും, അത് പറയുകയും ചെയ്യും. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ധാർമ്മിക കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ അത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മൂടി വെക്കാനും പൊതിഞ്ഞു വെക്കാനും ഒക്കെ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർ ഇച്ചിരി കരുണയോടുകൂടി പെരുമാറുന്നതാണ് നല്ലതെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. അതുകൊണ്ട് ഈ ഭിന്നശേഷിക്കാരുടെ പേരിൽ നടത്തുന്ന ഈ നാടകം അത് അവസാനിപ്പിച്ചേ പറ്റൂ. ആ കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുക. പ്രത്യേകിച്ച് ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ ഹൃദയത്തോട് പറയുക, നല്ല മനുഷ്യനായെന്ന് പറയുക. ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന്, അനീതിയാണെന്ന്, ഒരു വിഭാഗത്തോട് അനീതി ചെയ്യുകയാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അറിയാമല്ലോ. അതുകൊണ്ട് ആ മനസ്സാക്ഷിയെ സ്വരം കേൾക്കണം, നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന കാര്യം ആത്മാർത്ഥം ആഗ്രഹിക്കുക. ഇവിടെ ഒന്നും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ വിരുദ്ധമായിട്ട് നീങ്ങുന്ന നീക്കമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല, അങ്ങനെ ഇടപാടുമില്ല. ഏത് സർക്കാരും നന്മ ചെയ്ത് അംഗീകരിക്കും. സർക്കാരിനെതിരായിട്ട് പോകുന്ന ഇടപാട് ക്രൈസ്തവ സമൂഹത്തിൽ ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നന്മയോ തിന്മയോ തിരിച്ചറിയാൻ പോകുന്നതിന്റെ തീരുമാനം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രകടമാക്കും. അതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ന്യായമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണവർഗത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. വിമോചന സമരം ഉണ്ടായി എന്ന് പറയുന്നതിന് കാരണമുണ്ട്, വളരെ കൃത്യ കാരണമുണ്ട്. വിശദീകരിപ്പിക്കാനായിട്ട് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് പല കാര്യങ്ങൾ, അതുകൊണ്ട് അത് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് വരുന്നത്, ഇപ്പൊ ഈയിടെയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു ഒരു സഹോദരി ഇങ്ങനെ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷം ഉണ്ടെന്ന്, നിങ്ങളുടെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ടെന്ന്. എന്റെ സഹോദരി, ഞങ്ങളുടെ സുവിശേഷം ഞങ്ങൾ ഒന്നൊന്നുമല്ല, അത് ദൈവം വെളിപ്പെടുത്തി തന്ന രക്ഷ സാർവത്രികമായിട്ട് മനുഷ്യകുലത്തിൽ വെച്ചിട്ടുള്ളതാ. അതിന്റെ അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യമാണ്. അടിമത്തത്തിൽ മനുഷ്യനെ എവിടെ കിടന്നാലും സ്വതന്ത്രമാക്കുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അത് ഏത് നിലയിലായാലും ശരി, അത് അന്ധവിശ്വാസങ്ങളിലായാലും ശരി, പക്ഷെ നിയമക്കുരുക്കളായാലും ശരി, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിലായാലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള ആ അടിമ വ്യവസ്ഥതയിൽ നിന്ന് മനുഷ്യ സ്വതന്ത്രമാക്കുന്ന ഇടപാടാണ്. അതുകൊണ്ട് അതിപ്പോ എവിടെ ആയാലും ശരി അതൊക്കെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിലിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്റെ സഹോദരി വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രകാശം അതിന് സ്വയം പ്രകാശിതമാണ്. അക്കാര്യം ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആർക്കാലം ചോദിക്കുക, സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി ആരാണ്? സത്യം പറയാം, 1818 ഓരോ ക്രൈസ്തവ വരുന്നത് 4 പെൺകുട്ടികളെ വെച്ച് ആരംഭിച്ച നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം, ക്രൈസ്തവ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ത്രീത്വ വിശ്വാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് വളർന്നു 1854 40 കുട്ടികളൊക്കെ ആയിട്ട് ബെഞ്ചമിൻ മെയ്ലിയുടെയും ബേക്കറിന്റെയും ഭാര്യമാരാണ് വാസ്തവത്തിൽ ആരംഭിച്ചത് ഇങ്ങനെ സ്ത്രീകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് 3 സ്ത്രീകൾ ടീച്ചർ എന്ന് വിളിക്കാൻ തുടങ്ങി 1854. എന്റെ സഹോദരി ടീച്ചറാണല്ലോ. ഈ ടീച്ചർ എന്ന പദവിയും ആ ടീച്ചർ എന്ന വിളിയും ഉണ്ടായത് ഇപ്രകാരമാണ്. അങ്ങനെയാണ് ഈ ടീച്ചർ എന്ന വിളിയും ടീച്ചർ എന്ന സ്ഥാനവും 1854. അപ്പൊ അങ്ങനെ 2 സഹോദരിമാർ ആരംഭിച്ചത് ഇടപാടാണ് പിന്നീട് അങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് വളരാനായിട്ട് ഇടയായത്. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പണ്ടല്ല അടുത്ത കാലത്ത് പോലെ സ്ത്രീകളുടെ പ്രമോചനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നടന്നിരുന്നു. ഇടവക കേന്ദ്രീകരിച്ച് തയ്യൽ പരിശീലനം, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ, എംബ്രോയിഡറി മുതലായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ മറ്റ് സമൂഹങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരിക്കാം. എന്തായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളി പറയുന്ന കൂട്ടം തന്നെ നല്ലതല്ല എന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെക്കുന്നൊക്കെ അതുപോലെ എന്തൊരു സ്വാതന്ത്ര്യമാണ് സുരക്ഷ നൽകിയ എന്റെ സഹോദരി. മറയ്ക്കുന്നതാണ് ലജ്ജാകരം എന്ന് വിചാരിച്ചിരുന്ന ഘട്ടങ്ങളിലാണ് അത് മറയ്ക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും അത് കുറെ ആള് 10,000-1000 ആൾക്കാരെ തിരുനക്കര മൈതാനത്ത് വെച്ചുകൊണ്ട് ബ്ലൗസ് വാങ്ങിച്ച് വെറുതെ ഇടിയിപ്പിച്ച് പുതുപ്പള്ളി വരെ യാത്ര ചെയ്യിപ്പിച്ച ജനമധ്യത്ത് വന്നപ്പോ ബ്ലൗസ് എല്ലാം ഒരു കഷ്ടത്തിൽ വെച്ച കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ?
എന്തെല്ലാം മാറ്റങ്ങളാണ് സുവിശേഷം ഇവിടെ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കണമോ? വിശദീകരിച്ചാൽ ഒരു പകലും മുഴുവൻ കേട്ടാലും തീരില്ല. പറയാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഈ തൊട്ടടുത്ത കാലത്താണ് പടുന്താലംപോട് എന്ന സ്ഥലത്ത്, നമ്മുടെ അടുത്തിലാണല്ലോ അപ്പുറം തമിഴ്നാട്ടിൽ, ക്രൈസ്തവ മിഷന്മാരായ സന്യാസികളെ ഇങ്ങനെ കുറെ ബജറംഗ് ദൾ തടയാനൊരുങ്ങിയപ്പോ അപ്പുറം ഇപ്പുറം ഓട്ടോകൾ ചാടി വിട്ടു. ചാടി പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യാൻ തൊട്ടുപോകരുത്, കാരണം ഞങ്ങളെ സ്ത്രീകളെ കുളിക്കാൻ പഠിപ്പിച്ചവരാണ്, ഞങ്ങളെ സ്ത്രീകളെ വസ്ത്രം ഉടുപ്പിക്കാൻ പഠിപ്പിച്ചവരാണ്, ഞങ്ങളെ കുഞ്ഞുങ്ങളെ വിദ്യയ്ക്കെത്തിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് അവർ ഓടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കി, അങ്ങനെ വന്ന ജനം ആരും അങ്ങനെ മതപരിവർത്തനം ബോധപൂർവ്വം നടത്തുകയില്ല. അവർ മനപരിവർത്തനം കൊണ്ട് സമൂഹമായിട്ട് വന്നതാണ് ഇന്ന് തക്കല രൂപത എന്ന് പറയുന്ന സംഗതി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സുവിശേഷ പ്രബോധനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം സത്തനായിൽ വെച്ച് ഞാൻ പണ്ടൊരു വിരുന്നിന് പങ്കെടുത്ത കാര്യം പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കൽ സത്നാസമയ വിരുന്നൊരുക്കിയപ്പോ ഉന്നതരായ ആൾക്കാരെ ക്ഷണിച്ചപ്പോ ഒരു വലിയ ബ്രാഹ്മണ്യത്തിൽപ്പെട്ട ഒരാൾ വക്കീലിന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇവിടെ നോക്കി ആയിരക്കണക്കിന് ആളുകൾ ഈ കന്നുകാലിന് പുറകെ നടക്കുന്ന, അക്ഷരാഭ്യാസമില്ല, അവർക്കുള്ള വിദ്യാഭ്യാസമാണ്, കന്നുകാലിപ്പോട് പോലും കിടക്കുന്നു. നിങ്ങൾ ഇങ്ങനെ തുടങ്ങി എങ്ങനെ രാജ്യവിദ്യാ പപ്പ എന്നാണ് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഒരിക്കലും അവരെ സഹായിക്കാൻ പാടില്ല. കാരണം അത് അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അവരുടെ ജന്മത്തിന്റെ ദോഷഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതാണ്. പുനർജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ശരിയായി നിങ്ങളൊന്നും ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരായിട്ട് പറഞ്ഞ് അതിനെ മതപരിവർത്തനമാക്കി കൊണ്ടുവന്ന പ്രചരണം വരെ നടക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള അന്ധകാരപരമായ അവിശ്വാസവും അന്ധവിശ്വാസവും നിറഞ്ഞ സാഹചര്യങ്ങളും വടക്കേന്ത്യയിൽ നിൽക്കുമ്പം എന്റെ സഹോദരി, ഇവിടെ ഇത്രയും നമ്മൾ വളർന്നത് എങ്ങനെയാണ് എന്ന കാര്യം ചരിത്രം നമ്മൾ പഠിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അല്ല, ഇവിടെ ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്. ദളിത് മുസ്ലിം ജോലിക്ക് ജന്മിയുടെ അടുത്ത് ഒരു ദിവസം താമസിക്കുന്ന ഗർഭിണിയായിരുന്ന സ്ത്രീ താമസിച്ച് ചെന്നപ്പോ പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ അവളെ പോത്തിന്റെ നുകത്തിന് കീഴെ ഒരു വശത്ത് പോത്തും മറുവശത്ത് ചെവിളുമായിട്ട് കണ്ടത്തിൽ പൂട്ടാൻ വിട്ടു. ആരാ? പൂർണ്ണ ഗർഭിണിയാ. ആ പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയോട് പ്രസവിച്ചു. ആരാ? കണ്ടത്തിൽ. ആ കുഞ്ഞാ ചെളിക്കുള്ളിൽ വീണങ്ങ് മരിച്ചു. കുറെ കഴിഞ്ഞപ്പോഴത്തെ അലറിക്കാറിക്കിട്ട് അതും മരിച്ചു. ഇതൊക്കെ കേരളത്തിൽ ഇവിടെ നടന്നുള്ള കാര്യമാണ്. ഇവിടെ വലിയ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോൻ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ പാരമ്പര്യത്തെക്കുറിച്ച് ഇന്ത്യയൊക്കെ അവിടെ നിൽക്കും. അത് ശുദ്ധീകരിക്കപ്പെട്ടു വന്നത് എങ്ങനെയാണ്? ആത്മീയ പാരമ്പര്യം നമുക്ക് ഉണ്ടെന്നോ സംശയമില്ല. പക്ഷെ അതൊക്കെ ചാതുർവർണ്ണത്തിന്റെ പേരിൽ അടിമത്തത്തെ പരിപൂർണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമാണ് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, നരബലി പോയി നമ്മുടെ കേരളത്തിൽ നരബലി അടുത്ത കാലത്ത് നടന്നില്ലേ? ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവൾ സംസാരിക്കുകയാണ്, ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്ന ഇംഗ്ലീഷാ പറഞ്ഞ. ആലോചിച്ച് നോക്കി, ആ നരബലി നടത്തിയ കുടുംബം എല്ലാം ജയിലിലാണെങ്കിൽ പോലും നടക്കുന്നില്ല ഇവിടെയും ഇപ്പോഴും. അപ്പൊ അതൊക്കെ എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാലും ഇനിയും നമ്മുടെ സമൂഹത്തില്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്ന എന്റെ സഹോദരി ആന്തരിക നവീകരണം നടത്തുന്നത്, ആന്തരിക രൂപീകരണം നടത്തുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരെല്ലാം ശരിക്കും സുവിശേഷാടിസ്ഥിത ജീവിതം ജീവിക്കുന്നത് ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല, ഞാൻ ഉൾപ്പെടെ. കാരണം അത് ആന്തരിക നവീകരണം നടന്നെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനി ആവുകയുള്ളൂ. നീ ക്രിസ്ത്യാനി ആയിക്കൊണ്ടിരിക്കുന്ന ശൈശവ വിഭാഗത്തിൽ പറഞ്ഞ് നമ്മൾ എന്താ അവിടെ മാറ്റി നടന്നുകൊണ്ടിരുന്നത്? 85-90 വയസ്സായ കിളവൻ പ്രായമുള്ള ആള് കല്യാണം കഴിക്കുന്ന 7-8 വയസ്സുള്ള കുട്ടിയെ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായില്ലേ? വില്യം കേറി എന്ന് പറഞ്ഞ സുവിശേഷം നടന്നു പോയത് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അല്ല 10 വയസ്സുള്ള പെൺകുട്ടി ഓടി രക്ഷിക്കണമെന്ന് വിളിച്ചു. അദ്ദേഹത്തിന് എന്നാ ചെയ്യാൻ പറ്റും? അദ്ദേഹം നോക്കിയപ്പോൾ ഇതിന്റെ പുറകെ വലിയ കരുത്തന്മാർ ആൾക്കാർ വന്ന് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നാ ചെയ്യുന്നത്? അത് ഇങ്ങോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഒരു ചിതയിലെ 85 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ മരിച്ചതിന്റെ മൃതശരീരം വെച്ചിരിക്കുക. എന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ബലമായിട്ട് പിടിച്ച് തല മുണ്ണം ചെയ്ത് മഞ്ഞൾ പുരട്ടിയിട്ട് അതിനെ കൊണ്ട് കൂട്ടത്തിൽ കൊണ്ട് കിടത്തി അതിന് തീ കൊടുക്കുന്നതാണ് ഈ സുവിശേഷകൻ കാണുന്നത്. എത്ര ക്രൂരമാണ് ഈ സതി എന്ന് പറയുന്നത്. എന്നിട്ടെന്നാ സംഭവിച്ചേ? ആ സതി നിർത്തൽ ഒരു നിയമം ഉണ്ടായപ്പോൾ 75,000 അതോ 7,500 സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടില് ഒരു വലിയ റാലി നടത്തി സതി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതല്ലേ നമ്മുടെ നാടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മദർ തെരേസയെ കള്ളി എന്നല്ലേ നിങ്ങൾ ഒരിക്കൽ വിളിച്ച കള്ളി? ആ മദർ തെരേസ ഉണ്ടല്ലോ, കോളയിലെ ഈണയും ആൾക്കാർ മരിക്കാനൊരുങ്ങുന്ന പാവപ്പെട്ട മനുഷ്യനെ വാക്കുപാറൻ ദുർഗന്ധം മനുഷ്യ എടുത്ത് വലിച്ചെടുത്ത് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് മരണത്തിന് ഒരുക്കിയപ്പോ അവരുടെ മതത്തിനനുസൃതമായ പ്രാർത്ഥനകൾ ചൊല്ലാനാ പറഞ്ഞേ, അവരുടെ മതത്തിനനുസൃതമായ ചടങ്ങുകൾ ചെയ്യാനാ പറഞ്ഞേ. അവർ മതത്തിനനുസൃതമായ ചടങ്ങുകൾ നടത്തിയാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര പ്രക്രിയ നടത്തിയത്. എന്നിട്ട് ആ മതത്തരത്തെയാണ് കള്ളി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നുള്ള കാര്യം ഓർക്കണം. എന്തിനാ ബംഗ്ലാദേശിലേക്ക് പോകായിരുന്നു മതത്തരേസ എന്ന് ചോദിക്കുന്ന കേട്ടല്ലോ. ബംഗ്ലാദേശിലേക്ക് 13 കൗൺസിലർ മതത്തരേസയ്ക്ക് ബംഗ്ലാദേശിലുണ്ട്. നിങ്ങൾക്ക് വല്ലതും അറിയാമോ? നിങ്ങളെന്തിനാ ഇങ്ങനെ ഹിന്ദുക്കളുടെ അടുത്ത് തന്നെ പോകുന്ന മുസ്ലിങ്ങളുടെ അടുത്ത് എന്താ പോകാത്തെന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരി മാരി ജോസഫ് എന്ന് പറഞ്ഞ ആരായിരുന്നു?
മാരിയ യോസഫ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ നോക്കിയ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സഭാ വിഭാഗത്തിന്റെ തലവനാരാ ഇപ്പോഴും. അത് വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം സഹോദരനാ. അപ്പൊ അതുകൊണ്ട് ഇറാനിൽ ഇപ്പം നടക്കുന്ന എന്താ, എത്ര 20 ലക്ഷത്തോളം പേര് ക്രൈസ്തവ സഹോദരി. അവരെ ഉള്ളിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് പേരിൽ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും തന്നെയാണ്. ചൈനയിൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സത്യം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഒരു സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യാത്മാവിന്റെ രക്ഷയുടെ വഴിയാണ്. മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യന്റെ ഇടയിൽ യേശു എന്ന നാമമല്ല മറ്റൊരു നാമവും വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന വചനം അത് സ്വാധീനിക്കുന്ന ആളുകളെ, 14 ആളുകൾ സ്വാധീനിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ പൂട്ടി വെച്ചാലും ശരി, അതിനെതിരെ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അത് പ്രസംഗിക്കുന്നവരെ നിങ്ങൾ തടവിലാക്കി. ഇപ്പൊ എന്താ നിങ്ങളുടെ നിയമം കൊണ്ടുവന്നിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം? ജീവപര്യന്തം എന്ന് പറയുന്നത് തോളും തടവ്. അല്ലെങ്കിൽ എന്താ സംഗതി? വേണ്ടി വന്ന 1 കോടി രൂപ പണിഷ്മെന്റ്. അതിനൊക്കെ എന്താ? സ്വന്തം മതത്തെ മൗത്തീകരിച്ച് പറഞ്ഞാൽ മതി അറസ്റ്റ് ചെയ്യാൻ. സുപ്രീം കോടതി എടുത്തുകൊണ്ട് ഇതൊക്കെ വിലപ്പോഴും തോന്നുന്നില്ല. എന്താണ് ഇത്തരത്തിലുള്ള പണിയും കൊണ്ട് വരുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ പിന്നെ FCRAയുടെ, അതായത് ക്രൈസ്തവ മതത്തിന്റെ മുഴുവൻ ഫോറിൻ വരുമാനം കംപ്ലീറ്റ് കട്ട് ചെയ്ത് നിർത്തം ചെയ്തില്ലേ FCRA? എന്നിട്ട് വല്ലതും സംഭവിച്ചു? ഒന്നുമില്ലല്ലോ. എന്നിട്ട് വടക്കേ ഇന്ത്യയിൽ സഭകൾ എന്താ സംഭവിക്കുന്നത്? ആ ചെറു സഭകൾ സ്വന്തം പണം കൊണ്ട് സഭ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ FCRA ബ്ലോക്ക് ചെയ്ത് എന്നാ പ്രയോജനം ഉണ്ടായി? ഇതിനോടൊന്നും നിങ്ങൾ ഈ പണിയൊന്നും വിലപ്പോവില്ല. അത് കൃത്യമായിട്ട് ദൈവത്തിന്റെ ഇടപെടലാണെന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങള്, മരണത്തിന് ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ പോലും ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ മൊത്തം ഈയിടെയായിട്ട് നിങ്ങൾ കുറെ പോലെ ഒരുപാട് സേവാഭാരതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സേവനങ്ങൾ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അക്കൂടെ ആ പെണ്ണ് ചെയ്ത് പണിയുന്നതാ. ഒരു ചെറുപ്പക്കാരന് ചെകിട്ടത്തടിച്ചു കളഞ്ഞില്ലേ ജ്യോതി ശർമ്മ എന്ന സ്ത്രീ. എന്നിട്ട് ഒരു കൂസറില്ല. ഇതാണോ നിങ്ങളുടെ സേവനം എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള കാര്യം അംഗീകരിക്കേണ്ടത്. ഇതാണ് ഈ ലാഭത്തിനില്ല ഈ രാജ്യത്തിന് സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗാന്ധിജിയൊക്കെ ഈ രാജ്യം സ്വതന്ത്രമാകുന്നുണ്ട്. എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ അവസ്ഥ? 600 കുട്ടി രാജ്യങ്ങളായിരുന്നില്ലേ? പരസ്പരം തല്ലി തകർത്ത് തരിപ്പിടം അങ്ങ് നടന്നുകൊണ്ടിരുന്നതല്ലേ? എങ്ങനെ ബ്രിട്ടീഷുകാരോട് വരാനിടയായത്? ഇവിടെ ഉണ്ടായ ചിഹ്ന ഭിന്നമായ സാഹചര്യങ്ങളല്ലേ? അവരെ സ്വാഗതം ചെയ്യല്ലേ ചെയ്ത്? അങ്ങനെ വന്നിട്ട് ബ്രിട്ടീഷുകാരെല്ലാം വന്ന സുവിശേഷം കൊണ്ട് വന്നതല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് വന്ന കച്ചവടം നടത്താൻ വന്നതാ. ഇവിടെ സുവിശേഷം കൊണ്ടുവന്ന മിഷണറിമാരാണ്. അവർക്ക് ഇതുപോലൊന്നും ബന്ധമൊന്നുമില്ല ഈ ഭരണവുമായിട്ട്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരും വന്ന് ഇവിടെ മുതലെടുത്തൊന്ന് പോയി പറഞ്ഞാൽ അത് നമ്മുടെ കഴിവില്ലായ്മ. അതല്ലാതെ അവർ കച്ചവടത്തിനായിട്ട് വന്ന ആൾക്കാരാ. അവരെ അങ്ങനെ വഴി തെളിപ്പിച്ച ആരാണ്? ഇവിടുത്തെ രാജാക്കം, മരീക്കുട്ടി രാജാക്കം. എന്താ ഈ പാരോ എന്ന കൺസെപ്റ്റ് ഉണ്ടായ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ എങ്ങനെ? ആ രൂപീകരിക്കപ്പെട്ട അതിന്റെ പിൻപിലെ ഗാന്ധിജി വല്ലഭായ് പട്ടേലിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ ഉള്ളിലെ സുവിശേഷത്തിന്റെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം, ഭരണഘടന രൂപീകരണത്തിൽ സുവിശേഷം ശരിയായി സ്വാധീനിക്കുന്ന കാര്യം എന്റെ സഹോദരി മറന്നു പോകരുത്. മതമല്ല മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. അക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. മതമല്ല മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ മതത്തിന് വേണ്ടി നിൽക്കുന്നതല്ല. അതായത് റിലീജിയോസിറ്റി അല്ല സ്പിരിച്വാലിറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യും. ആ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നല്ല. അതുകൊണ്ട് ആദിമസഭയിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ഭയങ്കരമായ പോരാട്ടങ്ങൾ നടന്നിരുന്നു. അതായത് ഈ പറയുന്ന ഈ വർണ്ണവ്യത്യാസം, ജാതി വ്യത്യാസം ഒരിടത്തും തന്നെ ഇന്ത്യ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു. യഹൂദര് ഈ സഭ രൂപീകരിക്കുമ്പോഴത്തെ വിജാതിരെ യഹൂദങ്ങൾ ഭിന്നത കൊണ്ട് വിജാതിരെ അകത്ത് കയറ്റുന്നില്ലായിരുന്നു. എന്തുമാത്രം ശ്രമം കഴിച്ചിട്ടാണ് സെയിന്റ് പോൾ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ ഭയങ്കരമായ മതിലുകൾ തകർത്ത വിജാതിയെന്ന് വിളിക്കപ്പെടുന്ന ക്രൈസ്തവ മതത്തിന് പുറത്തുള്ള ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവന്നത്. അതിഭയങ്കരമായ ഇവരുടെ ജാതി വ്യവസ്ഥ അന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ആ ജാതി വ്യവസ്ഥയെ തകർക്കുന്ന ഇടപാടാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യരെ എല്ലാവരും ഒരുപോലെ കാണാനായിട്ട്, ഒന്നുപോലെ കാണാനായിട്ട്, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് കാണാൻ വേണ്ടി. അതുകൊണ്ട് സ്വാതന്ത്ര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച അരിസോണയിലെ സൗന്ദര്യധാമമായിരിക്കുന്ന ആ പറയുന്ന ഖീർക്കിന്റെ ഭാര്യ എറിക് ഖീർക്ക് എങ്ങനെ അത്ര ധീരമായിട്ട് നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്? കുരിശിൽ കിടക്കുന്ന കർത്താവ് അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവിനെ കൊന്ന ചെറുപ്പക്കാരൻ ക്ഷമിക്കുന്നു എന്ന് പറയുകയും എൻ്റെ ഭർത്താവിന്റെ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നല്ല ധീരമായ ഒരു നിലപാടാണ് വലുതെടുക്കാൻ കഴിഞ്ഞത്. 39 വയസ്സ് ഭർത്താവിനും അങ്ങനെയാണെങ്കിൽ 28 വയസ്സുകാരും മിക്കവാറും ഈ ഭാര്യയ്ക്ക് സുന്ദരിയായ സ്ത്രീക്ക് അങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കാൻ കഴിഞ്ഞതിന്റെ കരുത്തെന്താണ്? ഇറ്റ് ഈസ് ജീസസ് ആൻഡ് ജീസസ് എലോൺ. ഈ കാര്യം നമ്മൾ മറച്ചു വെക്കാൻ പറ്റില്ല സഹോദരി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.